എന്നെ വൈറലാക്കി തന്നത് നിങ്ങളാ. നിങ്ങളോട് എല്ലാവരോടും എൻ്റെ നന്ദി. പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആള് സജിമോളാണ്. ഇവളെ കൊണ്ട് ഇന്നാണ് ഒരു ഗുണം ഉണ്ടായത്. സത്യം പറഞ്ഞാൽ വീട്ടുകാർക്കും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ലാതെ കിടക്കുമായിരുന്നു. പക്ഷെ നാട്ടുകാരിൽ ഒരാളായ എനിക്കൊരു ഗുണം ഉണ്ടായത് ഇന്നാ. അതിന്റെ നന്ദി എനിക്ക് അവളോട് എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമുക്ക് വാട്സ് ഇൻ മൈ ബാഗിലോട്ട് പോകാം. നല്ല ഒന്നാന്തരം ഒരു ബാഗായിരുന്നു. എൻ്റെ കുഞ്ഞമ്മയുടെ മോള് ഗൾഫിൽ നിന്ന് കൊണ്ടു തന്നതാ. അതുമായിട്ട് എൻ്റെ മരുമോൾ ഓഫീസിൽ പോയേക്കുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിന്ന് വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യണം, സജി എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് അവൾ ആ ബാഗിലിരുന്ന സാധനം എല്ലാം കൂടെ ദേണ്ട ഈ ചാക്ക് പോലത്തെ ഒരു ബാഗിനകത്തോട്ട് കുടഞ്ഞിട്ട് വെച്ച് അവൾ അതും കൊണ്ട് അങ്ങ് പോയി. തൽക്കാലം നിങ്ങൾ ഇത് എൻ്റെ ബാഗായിട്ട് അങ്ങ് ഇമാജിൻ ചെയ്യേ. അപ്പോൾ വേണ്ട, നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഇത് ആൻറ്റിയുടെ പൊട്ടായിരുന്നു കേട്ടോ. ഇത് എപ്പോഴെങ്ങാണ്ട് തീർന്നതാ. 3 പൊട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ എൻ്റെ പൊട്ട് ഇപ്പൊ സജി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തുണി അലക്കിക്കൊണ്ടിരിക്കുമല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അവളുടെ കൺമഷി മേടിച്ചൊരു പൊട്ടങ്ങ് തൊട്ടതാ. അപ്പം ഈ പൊട്ടാ ഞാൻ ശരിക്കും തൊടാറുള്ളത്. കാര്യം ഞാൻ ബാക്കിയുള്ളവരെ പറയുമെങ്കിലും എനിക്ക് ചെറിയ പൊട്ടാ ഇഷ്ടം. അപ്പോൾ ഇതാടെ ഇതാ പൊട്ട്. ഇടയ്ക്ക് ഈ മൂക്കടയ്ക്കുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ബസ്സിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊള്ളുമ്പോൾ എനിക്ക് മൂക്കടയ്ക്കും. അപ്പോൾ മൂക്കിൽ ഒഴിക്കാനുള്ള മരുന്നാണ് ഇത്. ഇത് സത്യത്തിൽ തീരാറായി. ഇതിനകത്തൊന്നും ഇല്ല. ഇനിയും അവളോട് പറയണം എനിക്കൊരെണ്ണം മേടിച്ചു തരാം. ഇത് സത്യത്തിൽ ഇതിനകത്ത് മരുന്നുകളാണ് കൂടുതലും. ഇത് പിന്നെ നമ്മുടെ ഡൈജീൻ്റെ ഗുളികയാണ്. എപ്പോഴും അങ്ങ് ഗ്യാസാണ് എനിക്ക്. എന്ത് ചെയ്യാൻ, എന്തോ കഴിച്ചാലും അങ്ങ് ഗ്യാസാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി 5 എണ്ണം ഉണ്ട്. കളയുണ്ടാന്ന് വിചാരിച്ചിരിക്കുക. ആണ്ടേ പിന്നെ നല്ല പുതുപുത്തം വാച്ച് എൻ്റെ ചേട്ടത്തിയുടെ മോള് കൊണ്ടുവന്നതാണ്. അപ്പം എനിക്ക് ആൻറ്റിക്ക് ഇരിക്കട്ടെ ഒരു വാച്ചെന്നും പറഞ്ഞുകൊണ്ട് അവൾ കൊണ്ടു തന്നതാണ്. ഇപ്പം ഞാൻ ഇതിനകത്ത് എൻ്റെ ബാഗിൽ തന്നെ ഇട്ടേക്കുന്ന എങ്ങോട്ടേലും ഒന്ന് പോകാൻ നേരം ഇതൊന്നും നോക്കിയാൽ കിട്ടത്തില്ല. ഈ പിള്ളേരെടുത്ത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവെക്കും. അതുകൊണ്ട് വേണ്ട, ആ വാച്ച് ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ടേക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ വാച്ച്. പിന്നെ ആടെ എനിക്കും ഉണ്ടൊരു ബോഡി ലോഷൻ. ഇതിൽ ബേബി ലോഷൻ എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ എനിക്കിത് ബോഡി ലോഷൻ വായിക്കാനേ ഇഷ്ടമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കയ്യിലൊക്കെ നമ്മുടെ ഇത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടേ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ 2 മണിക്കൂർ ഇടവിട്ടൊക്കെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് എൻ്റെ കയ്യിലില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ബേബി ലോഷൻ അവർ എഴുതിയിരിക്കുന്ന തെറ്റാ കേട്ടോ. ഇതിൽ ബോഡി ലോഷൻ എന്നാണ് ഞാൻ ഇതിന് പറയുന്നത്. അപ്പം എൻ്റെ ബോഡി ലോഷൻ ഇതെൻ്റെ BP മരുന്നാണ് കേട്ടോ. BP ഹൈ BP എപ്പോഴും അങ്ങ് ഹൈ BP കേട്ടോ. ലോ ആവത്തേ ഇല്ല എനിക്കങ്ങ്. അപ്പോൾ ഡെയിലി ഒരെണ്ണം കഴിക്കാനുള്ള എൻ്റെ BP മരുന്ന്. പിന്നെ അതാണ്ട സജി എനിക്ക് കൊണ്ടുവന്നതാണ്. കോടാലി തൈലം എന്നാണ് പറയുന്നത്. വേറെ ഏതാണ്ട് പേര് ഇതിനകത്ത് ഇംഗ്ലീഷിൽ പറയുന്നത് കേൾക്കാം. പക്ഷേ ഇത് നല്ല സാധനമാണ് കേട്ടോ. ഈ ഒരു തുള്ളി അങ്ങോട്ട് വെച്ചാൽ നമുക്ക് തലവേദനയൊക്കെ വന്നാൽ പമ്പ കിടക്കും. എന്തായാലും നല്ല സാധനം. അതുകൊണ്ട് ഞാൻ ഇത് എപ്പോഴും കൈ വെച്ചേക്കും. അതിൻ്റെ ഒരു നന്ദി സ്നേഹം എനിക്ക് അവളോട് ഉണ്ട് താനും. അവൾ നല്ല കൊച്ചാ. കാര്യം അവൾ ഇങ്ങനെയൊക്കെ ഞാൻ ഓരോന്നൊക്കെ പറയുമെങ്കിലും അവൾ നല്ല കൊച്ചാ, വളരെ നല്ല കൊച്ചാ.